ഡോണ്ട് വെറി ഗീത, ഫീവർ ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. ഞാനിപ്പോൾ സിസ്റ്റർ അയക്കാം. ഡോക്ടറല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? നത്തിങ് സീരിയസ്. ഡൽഹിയിൽ നിന്ന് ഡാഡിയെ ഫോൺ ചെയ്ത് വരുത്തിയാലോ എന്ന് ആലോചിക്കുക. എന്തായി പറയുന്നത്? ഡാഡി വന്നിട്ട് എന്തിനാ? നോക്കിയിരിക്കാനോ? നമ്മളൊക്കെ അല്ലേ മെഡിസിനെ പറ്റിയും രോഗത്തെ പറ്റിയും ഒക്കെ തീരുമാനിക്കേണ്ടത്. ചക്കി, ചക്കിക്ക് ലഡു വേണോ? നിങ്ങൾക്ക് വിളിച്ചിട്ട് വന്നൂടെ? ഇത് ആസ്പത്രിയാണ്. ആസ്പത്രിയാണെന്ന് വെച്ച് സുഖമില്ലാത്തവരെ കിടക്കാണെന്ന് കരുതി. സുഖമില്ലാത്തവർ തന്നെ ഇവിടെ കിടക്കുന്നത്. ഞാൻ കരുതി മോനോട്ടിന് മാത്രമേ അസുഖമുള്ളെന്ന്. നാരായണി അധികം വിളച്ചിലെടുക്കണ്ട. ഞാനല്ല ഇപ്പഴധികം വിളച്ചിലെടുക്കണത്. ഗീതക്കുഞ്ഞ് തന്നെയാ. ഒന്നുമില്ലെങ്കിൽ അമ്മയില്ലാത്ത കുട്ടിയല്ലേ. ഡോക്ടറാണെന്ന് കരുതി ഇത്രയ്ക്ക് തോന്നിയാസം വേണോ? അച്ഛനിങ് വരട്ടെ, എന്റെ മൂക്ക് ചെത്തും. ഞാൻ ഇറങ്ങാം. ഡ്യൂട്ടി കഴിഞ്ഞ് വരണം. നാരായണി പൊയ്ക്കുള്ളൂ. ഞാൻ പോയേക്കാം. ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടപ്പോ തുടങ്ങി കുടിയിലുള്ള ഒരു ഒറ്റ കരച്ചില്. ക്യാൻസർ എന്ന് കേട്ടാൽ മതി ഓരോരുത്തർ പേടിപ്പിക്കാൻ തുടങ്ങും. ആരംഭത്തിലെ ചികിത്സ യാതൊരു കുഴപ്പമില്ല. ബ്ലഡ് ക്യാൻസർ ആണെങ്കിൽ കണ്ടുപിടിച്ചിട്ടും കാര്യമില്ല. മരിച്ചു തന്നെയാണെന്നാ പറയണേ. ചന്തു, അപകടം പോയോ? പോയി. എന്നാന്നറിയില്ല എന്റെ കയ്യിൽ നിന്ന് കിട്ടുക. അയ്യോ, വഴക്കിനൊന്നും പോവല്ലേ? ക്ഷമിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? നാരായണി വീട്ടിലെ വേലക്കാരി എന്നല്ലേ? എന്താ ചന്ദ്രന് സംശയം തോന്നിയില്ലേ? ശരിയാ, അവര് അമ്മ മരിക്കണമെന്ന് നോക്കി നിൽക്കായിരുന്നു. ഞാനും മോനോട്ടിന് ആ വലിയ വീടിന്റെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ആ സ്ത്രീ ഓർക്കാറില്ല. പച്ചപ്പകല് അച്ഛനുമായി ഒരു 100 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും അറിയാത്ത മോനോട്ടൻ കണ്ടു പേടിച്ച് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്.
മാല എന്നും അമ്മയുടെ ഫോട്ടോയിൽ ചേർത്താറുള്ളതാണ്. ഇന്ന് ആ സ്ത്രീ കാശ് വാങ്ങിയില്ല, ഭാര്യയ്ക്കല്ലേ എന്ന്. പാമ്പോ? എവിടെ? മോനോട്ട് സ്വപ്നം കണ്ടതാവും. ചേച്ചി ഇതാരാ? മോനോട്ടന്റെ അങ്കിളാ. അങ്കിളോ? ആ അങ്കിൾ. നല്ല അങ്കിളാ. അന്ന് ഞാൻ കണ്ടില്ല ഫോട്ടോ. ഡാഡി വരുമ്പോ പറയരുത് കേട്ടോ. ഇല്ല, ലഡു വാങ്ങി തന്നാ മതി. ഇനി ഇത്ര മതി. ഇനി നാളെ കാലത്ത് വരണേ. വരുമ്പോ ചേച്ചിയെ വിളിക്കാൻ മറക്കല്ലേ. ചേച്ചി വാ. ചേച്ചിക്ക് ആശുപത്രി പോണ്ടേ? ഞാൻ വരുന്നില്ല. വാ ചേച്ചി, ഡാഡി ചീത്ത പറയും. അതെ ചേച്ചി, അത്ര എളുപ്പം വരൂല. ചേച്ചിക്ക് ലഡു വേണ്ടി വരും. ലഡു വേണോ? ചേച്ചിക്കും വേണം. അവിടെ എന്താ ഇത്? മോനോട്ടം കാണും. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്ന വഴിയാ. SK കണ്ടിട്ട് പോകാമെന്ന് കരുതി. അത് നന്നായി. ഞാൻ തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ഡൽഹിയിൽ പോയത് ഒരു ബിസിനസിന്റെ കാര്യത്തിലാ. താൻ ഉള്ളത് മുടയിക്കൂ. ബാക്കി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് ഒന്നേ വേണ്ടു, കേണൽ നായർ എന്റെ ബിസിനസ് പാർട്ണർ ആയിരിക്കണം. പണം മുടക്കാതെ 30 ലക്ഷത്തിന്റെ പാർട്ണർ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം വേണം. ആ പിന്നെ ബിസിനസിനോടൊപ്പം നമ്മുടെ മക്കളുടെ കാര്യം കൂടി ഒന്ന് തീരുമാനിക്കണം. പ്രഭ അമേരിക്കയിൽ നിന്ന് വന്നു. ഞാൻ എല്ലാം പറഞ്ഞു. താൻ ഡൽഹിയിൽ നിന്ന് വന്നിട്ടാകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താ? ഒന്നുമില്ല. താൻ ഈ കാര്യത്തെ പറ്റി മകളോട് ഡിസ്കസ് ചെയ്തു? എന്റെ മോള് ഞാൻ പറഞ്ഞത് വിട്ട് നടക്കില്ല. എന്റെ മക്കളെ ഞാൻ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. വെരി ഗുഡ്. എന്നാൽ ഇന്നു മുതൽ എന്റെ മകൻ കേണൽ നായരുടെ മകളുടെ ഹസ്ബൻഡ് ആകുന്നു. എഗ്രി? അഗ്രി. ഹായ് ആന്റി. ഹലോ അങ്കിൾ. ആരിത്? ശ്രീദേവിയോ? എന്താ മോളെ എഴുത്തുപോലെ എഴുതാതെ വന്നത്? അമ്മായിക്കും അമ്മാവനും ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. മോളങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. യാത്ര ചെയ്തിട്ടാ ക്ഷീണം തോന്നുന്നത്. എന്നാ മോള് പോയി കുളിക്ക്, ഭക്ഷണം കഴിക്കാം. അങ്കിൾ
ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ, സ്നേഹമുള്ള ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് അവളോട് പറഞ്ഞൂടെ? പിന്നെ കല്യാണക്കാര്യവും പറഞ്ഞ് അവളോട് താമസിപ്പിക്കണ്ട. വേഗം ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. അത്യാവശ്യ കാര്യം എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. പ്രഭേട്ടൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ടാ ഞാൻ വന്നത്. മോളെ, അമ്മാവിന് വേറെ എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ടെന്നാ തോന്നുന്നത്. പ്രഭയ്ക്ക് വേണ്ടി മോള് ഇനി കാത്തിരിക്കണമെന്നില്ല. അമ്മേ, മോളെ, അമ്മാവിന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. പ്രഭേട്ടനും എന്നെ ഇഷ്ടമല്ലേ? ഗോപിയേട്ടൻ എനിക്ക് ഒരുപാട് വിവാഹാലോചനകൾ കൊണ്ടുവന്നു. പക്ഷേ പ്രഭേട്ടനെ മാത്രം സ്വപ്നം കൊണ്ട് ജീവിക്കുകയാണ് ഞാൻ ഈ നിമിഷം വരെ. അമ്മായിയുടെയും അമ്മാവന്റെയും വാക്ക് വിശ്വസിച്ച് അമ്മാവൻ പറയുന്നത് വിട്ട് പ്രഭ നടക്കില്ലെന്ന് മോൾക്കും ഗോപിക്കും അറിഞ്ഞൂടെ? അമ്മായി, അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് തെറ്റായിപ്പോയി അല്ലേ? നിങ്ങൾ പണക്കാരായപ്പോൾ എല്ലാം മറന്നു. ഇല്ല ഇല്ല, ഞാനിവിടെ ഒരു നിമിഷം നിൽക്കില്ല.